ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, സിമ്പിളായിട്ടുള്ളൊരു മുട്ട പൊരിച്ചതാണ്. പക്ഷേ ഞാനിത് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക സംഭവമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഈ സിമ്പിൾ മുട്ട പൊരിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ മുട്ട പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഞാനൊരു ബൗളിലേക്ക് ഇതേപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 നല്ല എരിവുള്ള പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് ഒന്ന് ചതച്ചെടുത്തത്, അതുപോലെ തന്നെ വറ്റൽമുളക് ഒരു 1/2 ടീസ്പൂൺ ഒന്ന് ചതച്ചെടുത്തത്, ഒരല്പം വെളിച്ചെണ്ണ. ഇനിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു പ്രത്യേക സംഭവം. അപ്പോൾ വേറൊന്നുമല്ല, ഇതൊരു വെള്ളമാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതും കൂടി ചേർത്തിട്ട് നമുക്കിത് 1 മിനിറ്റ് നേരം നല്ല രീതിയിൽ നമുക്കിതൊന്ന് കടഞ്ഞെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്കത് കടഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പൊരിച്ച് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കണം. ലോവിൽ നിന്ന് മീഡിയത്തിലേക്ക്, ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്കിതേപോലെ ഒഴിച്ച് കൊടുക്കാൻ. കണ്ട, അപ്പോൾ ഇതിനകത്തേക്ക് ഒരു ബബിൾസ് നല്ല ഭംഗിയിൽ വന്നേക്കണണ്ട. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റിലാണ് കേട്ടോ നമ്മൾക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. ഇത്ര മതി. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ട, ഇത് കാണുന്നത് പോലെ തന്നെയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. ആ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കത് കഴിക്കുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എല്ലാവരും ഇതേപോലെ മുട്ട പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ, ചെയ്യാത്തവർ. കണ്ട, പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി മുട്ട പൊരിച്ചത്. അങ്ങനെ സിമ്പിളല്ലേ ഇത്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.